നമസ്കാരം. ശ്രീരകം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അല്പം ഭയാനകമായി അല്ലെങ്കിൽ മനുഷ്യനെ ഭയപ്പെടുത്തുന്ന ഒരു ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ ഏതാളുകൾക്കും ഒറ്റ ഉത്തരമായിരിക്കും, അത് ശനി എന്നാണ്. കാരണം കണ്ടകശനി, ഏഴരശനി അതൊക്കെ അത്രത്തോളം ഭയാനകമായൊരു അവസ്ഥയിലൂടെയാണ് ഓരോ മനുഷ്യനെയും കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ അത്രത്തോളം പേടി തോന്നാനുള്ള കാരണവും. എങ്കിലും അറിഞ്ഞിരിക്കേണ്ടത്, ചില ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ഈ ഒരു വേളയിൽ പതിയുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമ്മൾ അനുഭവിച്ചിരിക്കുന്ന ദുരിതങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം, ഒരു പരിധി വരെ പൂർണ്ണതോതിൽ ഉണ്ടാകുമെന്നല്ല, ഒരു പരിധി വരെ അതിൽ നിന്നൊക്കെ നമുക്ക് തപ്പിത്തടഞ്ഞെണീറ്റ് പോകുവാനും സാധിക്കും. എങ്കിൽ പോലും പൂർണ്ണ തോതിൽ ശനിയുടെ ആ ഒരു പിടിയിൽ നിന്ന് മാറാനും പറ്റുകയും ഇല്ല. ശനിദശ വന്നു കഴിഞ്ഞാൽ കണ്ടകശനി, ഏഴരശനിയൊക്കെ വരുന്ന സമയങ്ങൾ ഒരുപാട് അലച്ചിലുകളായിരിക്കും. അതായത് ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും പൂർണ്ണത കിട്ടാതെ വരിക, തടസ്സങ്ങൾ, അടിക്കടി തടസ്സങ്ങൾ, ദുരിതങ്ങൾ വന്നു ചേരുക. അതേപോലെ തന്നെ എന്ത് നല്ല കാര്യം ചെയ്താലും നമ്മൾ ഒരാളെ സഹായിക്കുന്നു, പക്ഷേ ആ ഒരു സഹായം തിരിച്ച് ആ സഹായം വാങ്ങിയ ആൾ തന്നെ നമ്മൾക്ക് മുന്നിട്ട് നിന്ന് ഓരോ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. ആ സഹായം ചെയ്തതിൻ്റെ പേരിൽ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും, പഴികൾ കേൾക്കേണ്ടി വരും. അതിനൊക്കെ അപ്പുറം രാത്രിയായാൽ ഉറക്കമില്ലാത്തൊരവസ്ഥ, സ്വസ്ഥതയില്ലാത്ത അവസ്ഥ, സമാധാനമില്ലാത്ത അവസ്ഥ, കോടതി കയറേണ്ടത് അവസ്ഥ വരെ ഈ ഒരു ഘട്ടത്തിൽ വരുന്നത്. കാരണം നമ്മൾ ജയിൽവാസം അനുഭവിക്കേണ്ടി വരും. നമ്മൾ ആ ഒരു ദുർഘട ഘട്ടങ്ങളിലൂടെയൊക്കെ തരണം ചെയ്ത് പോയാൽ മാത്രമേ ഇതിൽ നിന്നൊരു മോചനം കിട്ടുകയുള്ളൂ. കണ്ടകശനി, ഏഴരശനിയൊക്കെ മനുഷ്യർ അത്രത്തോളം ഭയാനകമായി കാണുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം അത്രത്തോളം വലിയ സാഹചര്യങ്ങളെയാണ് തരണം ചെയ്യേണ്ടതായി മനുഷ്യർക്ക് വരുന്നതും. ഈ കഴിഞ്ഞ മാർച്ച് 29, 2024 തീരാറായിരിക്കുകയാണ്. മാർച്ച് 29-ന് ചില നക്ഷത്രക്കാർക്ക് ഭാഗികമായി ശനി മാറിയിട്ടുണ്ട്. എങ്കിൽ പോലും അതിൻ്റെ ഒരു പ്രഭാവം ജീവിതത്തിൽ ഉണ്ടായിട്ടുമില്ല. നമ്മളുടെ ആ ഒരു ശനിയുടെ കാഠിന്യം മാറിയിട്ടുണ്ട്, എങ്കിലും ആ കാഠിന്യം പൂർണ്ണമായ രീതിയിൽ മാറി ഒരു മോചനം ലഭിച്ചിട്ടുമില്ല. എങ്കിൽ നിങ്ങൾ ആ ഒരു മോചനത്തിലേക്ക് എത്തിയത് ഈ ഡിസംബർ 10-ാം തീയതിയാണ്. ഡിസംബർ 10-ാം തീയതി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ശനി പൂർണ്ണമായി മാറിയിട്ടുണ്ട് 3 നക്ഷത്രക്കാർക്ക്. എങ്കിൽ പോലും 2025 മാർച്ച് 29-ാം തീയതി മാത്രമേ അതിൻ്റെ പൂർണ്ണ തോതിലുള്ള ഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് ലഭിക്കുകയുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ, ഒരു പിടി നമ്മളെ മുറുക്കി പിടിച്ചിരുന്ന ആ ഒരു പിടി, നമുക്ക് എങ്ങും പോകാൻ പറ്റാതെ നമ്മളെ തടസ്സപ്പെടുത്തുന്ന, നമ്മളെ മാനസികമായി സമ്മർദ്ദത്തിലേക്കും വ്യതകളിലേക്കും എത്തിച്ചിരുന്ന ആ ഒരു പിടി, ഒരു മുറുക്ക് പിടിയുണ്ടല്ലോ, ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു അയവുണ്ടായി നമ്മൾ ഒന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മുടെ ചുറ്റും ഇപ്പോൾ പ്രകാശം ഇല്ല, ഇരുട്ട് തന്നെയാണ്. നമ്മൾ ആ ഒരു പ്രകാശത്തിലേക്ക് നമ്മുടെ പാത നമുക്ക് വ്യക്തമായി തെളിയുന്നത് 2025 മാർച്ച് 29-നായിരിക്കും. അപ്പോഴേ നിങ്ങൾക്ക് പറയാൻ പറ്റൂ പൂർണ്ണ തോതിൽ എന്നിൽ നിന്ന് ശനി വിട്ടുമാറിയിട്ടുണ്ട്, എന്നിലേക്ക് ഭാഗ്യം എത്തിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഏഴര ശനി അവസാനിച്ച് ഭാഗ്യം ഈ ഡിസംബർ 10-ാം തീയതി മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ടെങ്കിലും പൂർണ്ണ തോതിൽ എത്തുന്നത് മാർച്ച് 29-നാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഇപ്പോൾ വരും, ശനി മാറി 10-ാം തീയതി എന്നിട്ടും എനിക്ക് മാറ്റങ്ങളൊന്നും വന്നില്ലല്ലോ എന്ന് പറയുന്നതിന് നിങ്ങൾ ചിന്തിക്കുന്നതിന് മുമ്പ് ഓർക്കുക, അതിൻ്റെ പൂർണ്ണ തോതിലേക്കുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് വരുന്നത് മാർച്ച് 29-നാണ്. അപ്പോൾ 3 നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യം, ഏഴര ശനിയിൽ നിന്നൊരു മോചനം സിദ്ധിച്ചിട്ടുള്ളത്. അത് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണെന്ന് നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ ഏഴര ശനിയിൽ നിന്ന് മോചിതരായി ഈ ഡിസംബർ 10-ാം തീയതി മുതൽ ആ ഒരു ഭാഗ്യഘട്ടത്തിലേക്കുള്ള തുടക്കമായ ആ നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നോക്കാം. അതിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ ഉത്രാടമാണ്. ഈ 3 നക്ഷത്രക്കാർക്കും അലച്ചിലുകൾ, ദുഃഖങ്ങൾ, കുത്തുവാക്കുകൾ കേൾക്കേണ്ടിയ അവസ്ഥകൾ, മോഷണങ്ങൾ തന്നെ, ഗൃഹത്തിൽ മോഷണം നടന്നിട്ടുണ്ട്, അപരിചിതരായ ആളുകളിൽ നിന്ന് ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളൊക്കെയും അനുഭവിച്ച് കടന്നു വന്നവരാണ്. അപ്പോൾ ഉത്രാട നക്ഷത്രയുടെ കാര്യം പറയുകയാണെങ്കിൽ ഡിസംബർ 10 മുതൽ ഒരു ആശ്വാസ സമയമാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ ഇപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കും, ഇങ്ങനെ ഉത്രാട നക്ഷത്രക്കാരായ ആളുകളുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും എന്തോ ഒരു സമാധാനം മനസ്സിൽ. എന്തെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം നമുക്ക് പറയാൻ പറ്റുന്നില്ല. അതിനൊരു വിസിബിളായിട്ടുള്ള ചേഞ്ചസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുമില്ല. എങ്കിലും നമുക്കൊരു ആശ്വാസം. നമ്മൾ പറയാറുണ്ട്, നമുക്ക് പനിയൊക്കെ വരുമ്പോൾ മൂക്ക് അടഞ്ഞിരിക്കും, നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റില്ല. അപ്പോൾ മൂക്കിൽ കൂടെ നമ്മൾ ശ്വാസം എടുക്കും, നമ്മൾ വായിലൂടെ ആയിരിക്കും അപ്പോൾ ശ്വാസം ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ശ്വാസം എടുക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോഴും മൂക്കിൽ ആ ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ മൂക്കിൽ ഒരു അടവുള്ളത് കൊണ്ട് നമുക്ക് പറ്റുന്നില്ലാത്തൊരവസ്ഥ. അതേപോലെ അവസ്ഥയാണ് ഈ ശനി ബാധിച്ച സമയത്ത്. ഉറക്കാൻ പറ്റുന്നില്ല, കിടക്കുമ്പോഴാകെ ബുദ്ധിമുട്ട്, ചരിഞ്ഞും പിരിഞ്ഞും എല്ലാം കിടന്ന് നോക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ വന്ന ആളുകളിൽ, ഉത്രാട നക്ഷത്രക്കാരായ ആളുകൾ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഡിസംബർ 10-ന് ശേഷം എന്തെങ്കിലും ഒരു മാറ്റം, ഒരു ചെറിയ തോതിൽ എനിക്ക് നാളെ അത് ജീവിതം നേരെയാകുമെന്നൊരു ചെറിയ ഒരു നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു നാളത്തെ
പ്രത്യാശ അല്ലെങ്കിൽ ജീവിക്കാം എന്നൊരു തോന്നൽ ഒക്കെ ചെറുതായി വന്നിട്ടില്ലേ എന്ന് സത്യസന്ധമായി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. കാരണം വന്നിട്ടുണ്ടാകും. അത്രത്തോളം നിങ്ങളെ ബന്ധിച്ചിരുന്ന ആ ഒരു കയർ അല്ലെങ്കിൽ ആ ഒരു ഏഴരശനി എന്നൊരു ഒരു ബാധ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു ദോഷമെന്ന് പറയാം. അത് നിങ്ങളെ വിട്ടകന്നതിന് നിങ്ങൾക്കിപ്പോൾ ശ്വസിക്കാൻ പറ്റുന്നുണ്ട്. ചെറുതായി നിങ്ങളുടെ ഉറക്കം പഴയതുപോലെ നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട്. ആ ഒരു ശരിയായ വേയിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പൂർണ്ണമായ തോതിൽ നിങ്ങളിലേക്ക് മാറ്റം എത്തുന്നത് വരുന്ന മാർച്ച് 29-നാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങളിലേക്ക് സമ്പത്തിൻ്റെ ഒരു കുത്തൊഴുക്കെന്ന് വേണമെങ്കിൽ പറയും. കാരണം നമ്മൾ പറയാറുണ്ട്, നമ്മൾ തടഞ്ഞു വെച്ചിരിക്കുന്ന ഈ പാടത്തും പറമ്പിലൊക്കെ വെള്ളം നമ്മൾ തടഞ്ഞു വെച്ചിരിക്കും. അപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുമ്പോൾ ചെറിയ ചെറിയ തോതിലായിരിക്കും വെള്ളം വരുന്നത്. പക്ഷേ അത് പൊട്ടിക്കുന്ന വേളയിൽ ബണ്ടെന്ന് അണക്കെട്ട എന്തെങ്കിലും നമ്മൾ പൊട്ടിക്കുന്ന വേളയിൽ കുത്തൊഴുക്കായിട്ട് വെള്ളം വരില്ലേ എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ അവസരങ്ങളെ തടയപ്പെട്ട ഒരവസ്ഥയായിരുന്നു ശനി കാരണം നിങ്ങൾ അലഞ്ഞേ മതിയാവും. ഈ ഒരു അവസരത്തിൽ അലച്ചിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അതിനെ ആർക്കും നമ്മൾക്ക് വിധാതാവിന് പോലും മാറ്റാൻ പറ്റുന്ന അവസ്ഥയല്ല. പിന്നെ ശുഭഗ്രഹങ്ങളെ ദൃഷ്ടി വന്ന സമയത്ത് ചില ദോഷങ്ങളിൽ നിന്നും കഷ്ടകാലങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മോചനം ഉണ്ടായെങ്കിലും പൂർണ്ണ തോതിൽ അതൊരു മാറ്റമായി എത്തിയില്ല. പക്ഷേ ഈ ഡിസംബർ 10 മുതൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ നിങ്ങൾക്കൊരു ഉറങ്ങാൻ അതിൽ ഏറ്റവും സമാധാനം മനസ്സിലേക്ക് എത്തിയതാണ് അതിൻ്റെ പ്രത്യേകതയായി പ്രധാനമായി എടുത്തു പറയേണ്ടത്. ഇനി മാർച്ച് 29-ന് ശേഷം നല്ല രീതിയിലുള്ള മാറ്റം നിങ്ങൾക്കുണ്ടാകും. കടബാധ്യതകളൊക്കെ നിങ്ങളിൽ നിന്ന് അകലെന്ന് വിചാരിക്കും. നല്ലൊരു സമയമാണ് വരുന്നത്. പ്രത്യാശയോടെ കാത്തിരിക്കും. 2025 മാർച്ച് 29 മുതൽ നിങ്ങൾക്കത് അച്ചിട്ട പോലെ പറയാൻ കഴിയുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഡിസംബർ 10-ന് പൂർണ്ണമായി ശനി ഒഴിഞ്ഞെങ്കിലും മാർച്ച് മാസത്തിലായിരിക്കും ഒരു തെളിച്ചവും വെളിച്ചവും ഒക്കെ ജീവിതത്തിലേക്ക് വരുന്നത്. മാർച്ച് 29 മുതൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ ഒക്കെ നിങ്ങൾക്ക് കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ഭാഗ്യം കൂടിയാണ് സിദ്ധിക്കാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. തിരുവോണം നക്ഷത്രക്കാർ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. പിന്നിട്ട് നോക്കൂ, ചിന്തയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ കഴിഞ്ഞ 7.5 വർഷം എന്താണ് അനുഭവിച്ചതെന്ന്. ദുരിതങ്ങളുടെ മേൽ ദുരിതം. കുഴിയിൽ നിന്ന് എണീറ്റ് രക്ഷപ്പെട്ട് കയറി മേളിലേക്ക് വന്നാൽ വീണ്ടും ചെന്ന് ചാടുന്നത് കുഴിയിലായിരിക്കും. ദുരിതം നീങ്ങി ഒരു സമയമാണിപ്പോൾ ഡിസംബർ 10 മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്. തടസ്സങ്ങളൊക്കെ നീങ്ങിയ ഒരവസ്ഥയാണ്. അതുപോലെ തന്നെ ദമ്പതിമാരുടെ ഇടയിലേക്ക് കേസ് ഡിവോഴ്സിൻ്റെ വക്കിലെത്തി അല്ലെങ്കിൽ വിവാഹബന്ധം പാതി വഴിക്കാക്കി അല്ലെങ്കിൽ 2 വഴിക്ക് പിരിയാം എന്നൊക്കെ ചിന്തിച്ച ആളുകളൊക്കെ ഉണ്ടാകും. പക്ഷേ ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ആ സ്നേഹം മനസ്സിലാക്കി ഒന്നിച്ച് കഴിയാനുള്ള ഒരു ഭാഗ്യം കൂടി നിങ്ങൾക്ക് സിദ്ധിക്കുന്നതാണ് വിവാഹത്തിൽ. കാരണം നിങ്ങളുടെ 2 പേരുടെയും ഭാഗത്ത് തെറ്റുകൾ ഉണ്ടാകില്ല. പക്ഷേ ഈ ഒരു സമയത്ത് തെറ്റുകൾ പല വഴിക്ക് വന്നേ മതി. ആ ഒരു അവസ്ഥയാണ് ഉണ്ടായത്. പക്ഷേ ഡിസംബർ 10 മുതൽ അതിനൊരു മാറ്റമാണ് തുടങ്ങിയിരിക്കുന്നത്. സുഹൃത്തുക്കൾ പോലും, കൂടെ നിന്നവർ പോലും, ഉറ്റവർ പോലും അകന്നുപോയി ആരുമില്ലാത്തൊരവസ്ഥയിലൂടെയാണ് 7.5 കൊല്ലം നിങ്ങൾ അനുഭവിച്ചത്. ആ അനുഭവത്തിനാണ് ഒരു മോചനം ഡിസംബർ 10 മുതൽ ആരംഭിച്ചിരിക്കുന്നത്. എങ്കിലും പൂർണ്ണ തോതിൽ നിങ്ങൾ വീണ്ടും കേൾക്കുക, പൂർണ്ണ തോതിൽ ഒരു മാറ്റം വരണമെങ്കിൽ മാർച്ച് മാസം 29-ാം തീയതിയായിരിക്കും. അതിനുശേഷം നിങ്ങൾ കൊതിച്ചതൊന്നും അല്ല നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതിനപ്പുറം നിങ്ങൾ അർഹിക്കുന്നുണ്ട്. അതൊക്കെയും നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ മുതൽ തുടങ്ങിയിരിക്കുന്നത്. അടുത്ത നക്ഷത്രം അവിട്ടമാണ്. 7.5 വർഷം നിങ്ങളും ദുരിതം തന്നെയാണ് അനുഭവിച്ചത്. കയ്പ് നീര് തന്നെയാണ് ഇറക്കിയത്. നല്ല ഒരു കാര്യങ്ങൾ, നല്ലൊരു ഭക്ഷണം പോലും കഴിക്കാൻ ചിലപ്പോൾ അവസരം കിട്ടിയിട്ടില്ല. അതിൻ്റെയൊക്കെ വിഷമം നിങ്ങളുടെ ഹൃദയത്തിൽ ഒരുപാടുണ്ട്. അതൊക്കെ മാറി സന്തോഷത്തിൻ്റെതായ ആ സങ്കടങ്ങളൊക്കെ നീങ്ങി ഒരു സമയമാണ് ഡിസംബർ 10 മുതൽ തുടങ്ങിയിരിക്കുന്ന നേട്ടത്തിൻ്റെ സമയമാണെങ്കിലും പൂർണ്ണ തോതിൽ അത് എത്തണമെങ്കിൽ വീണ്ടും മുമ്പേ പറഞ്ഞതുപോലെ തന്നെ മാർച്ച് 29-ാം തീയതി വരെ നിങ്ങളൊന്ന് ഇത്രയും കാത്തില്ല, നമ്മൾ വേവോളം കാത്തില്ല, ഇനി ഇത്രയും 6 ഒന്ന് കാത്താൽ പോരെ. ആ നേട്ടം നിങ്ങളിലേക്ക് എത്താൻ പോവുകയാണ്. ജോലി, കഷ്ടപ്പെട്ട് നേടിയ ജോലി പോലും നിമിഷ നേരം കൊണ്ട് ഇഷ്ടക്കേട് വന്ന് കളഞ്ഞവർ ധാരാളം ആളുകളുണ്ട്. അവിട്ട നക്ഷത്രക്കാർ രണ്ടാമത് വീണ്ടും ഒരു ജോലിയിൽ പ്രവേശിച്ച് ചെറിയൊരു വേതനമാകട്ടെ എന്ന് പറഞ്ഞാൽ അതിൽ പ്രവേശിച്ച് അതിൽ പോലും ഇരിക്കാതെ ജോലിയില്ലാതെ വീട്ടിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 10-ാം തീയതി, കഴിഞ്ഞ 10-ാം തീയതി മുതൽ മാറ്റമാണ് വരാൻ പോകുന്നത്. നിങ്ങളിലേക്ക് ഇനി നിങ്ങൾക്കുള്ളില്ല അല്ലെങ്കിൽ നിങ്ങൾ ജോലിക്ക് വില്ലിങ് അല്ല അർഹനല്ല എന്ന് പറഞ്ഞ് നിങ്ങളെ തഴഞ്ഞ ആളുകൾ പോലും നിങ്ങളെ വിളിച്ച് ജോലി ചെയ്യുന്ന ഒരു സമയത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. 2025 മാർച്ച് വരെ ഒന്ന് ക്ഷമിക്കുക. കാരണം ചെറിയ എന്തെങ്കിലും ജോലി ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് നേടിയെടുക്കാൻ ശ്രമിക്കുക. ചെറിയൊരു ജോലിയാണെങ്കിൽ പോലും 2025 മാർച്ച് ആവട്ടെ, വിദേശത്ത് പോകാനൊക്കെയുള്ള ഭാഗ്യം നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു ധനമാണ് ആവശ്യം. ധനമില്ലാതെ വരുമ്പോഴാണ് നമ്മൾക്ക് ഒരുപാട് ടെൻഷനൊക്കെ വന്നത്. ആ ഒരു അവസ്ഥ കഴിഞ്ഞു. 10-ാം തീയതി രാത്രി 12 മണിക്ക് ശേഷം നിങ്ങൾ വേറൊരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങളെ ബാധിച്ചിരുന്ന ആ ഒരു ബാധ, ആ ശനി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ വലിയ നേട്ടങ്ങൾ നിങ്ങളെ തേടി വരും. ഇനി എന്തെങ്കിലും ജോലിയുടെ ഓഫറുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരുമ്പോൾ തട്ടിക്കളയാൻ നിൽക്കരുത്. തട്ടിക്കളയില്ല നിങ്ങൾ, കാരണം നിങ്ങളുടെ മനസ്സിനെ ബാധിച്ചിരുന്ന ആ വിഷമഘട്ടങ്ങളൊക്കെ നീങ്ങിയ ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ ദിനങ്ങൾ ഡിസംബർ 10 മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. എങ്കിലും
എങ്കിലും വീണ്ടും പറയുകയാണ്, പൂർണ്ണ തോതിൽ അതിൻ്റെ ഫലങ്ങൾ ലഭിക്കണമെങ്കിൽ മഹാശനിമാറ്റം വരാൻ പോവുകയാണ്. 2025 മാർച്ച് 29 ശേഷം മാത്രം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതിൻ്റെ ഫലം പൂർണ്ണ തോതിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഈ 10-ാം തീയതി മുതൽ മാറ്റങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എങ്കിലും പൂർണ്ണ തോതിൽ കടങ്ങളും ബാധ്യതകളും ഒക്കെ ഒടുങ്ങിയ സന്തോഷകരമായ ഒരു ജീവിതത്തിൻ്റെ തുടക്കം കൂടിയായിരിക്കും 2025 മാർച്ച് 29 മുതൽ.